നമസ്കാരം. എൻ്റെ കൂട്ടത്തിലുള്ളത് നമ്മുടെ പെരുമ്പറമ്പ് മഹാശിവക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ടുള്ള നമ്മുടെ ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തിയുമായിട്ടുള്ള മനോജം ഭ്രാന്തിരിയാണ്. അദ്ദേഹം നമ്മുടെ ഈ കർക്കിടക മാസാചരണത്തെക്കുറിച്ച് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. ഓം നമ ശിവായ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമ്മുടെ എല്ലാം മനസ്സിൽ ഓടിയെത്തുന്ന ആ പുണ്യമാസം, രാമായണ മാസം, കർക്കിടക മാസം ഈ വർഷവും അതിവേഗം തന്നെ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു രാമായണ മാസം അല്ലെങ്കിൽ ഒരു കർക്കിടക മാസം ഹൈന്ദവ കുടുംബങ്ങളിൽ ഒരു പുണ്യമാസം തന്നെയാണ്. കാരണം എല്ലാ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ചിന്തകളിൽ നിന്നും മറ്റുള്ള പല മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുവാൻ ഏതൊരു ഹൈന്ദവ വിശ്വാസിയും ഈ മാസത്തെ അത്രയും പവിത്രമായി ആരാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അത്തരം ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും മറ്റും ഒക്കെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഈശ്വരനിൽ മഹാദേവനെ സമർപ്പിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ആരോഗ്യം, ഒരു നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കെല്ലാം പ്രിയങ്കരനായ ഡോക്ടർ രാജാസിലെ അരുൺ ഡോക്ടർ കഴിഞ്ഞ 2 വർഷമായി ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ കർക്കിടക 31 ദിവസവും സൗജന്യമായി ആ ആസ്പത്രിയുടെ അവിടുത്തെ മറ്റുള്ള വസ്തുക്കളുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന പുണ്യപ്രവൃത്തിയാണ് ഔഷധക്കഞ്ഞി കൊടുക്കൽ ഭക്തർക്ക്. അത് ഈ വർഷവും ഇന്നിവിടെ തുടക്കം കുറിച്ച് കേൾക്കണം. ഈ കർക്കിടക മാസം 1-ാം തീയതി 30 വെള്ളിയാഴ്ച ഈ ഔഷധക്കഞ്ഞി സേവിക്കാൻ ഇന്ന് ധാരാളം ഭക്തർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. വരും കാലങ്ങളിലും ഡോക്ടർ രാജാസിൻ്റെ ആ ഹോസ്പിറ്റലിൻ്റെ എല്ലാവിധ ഉന്നമനവും ഐശ്വര്യവും അഭിവൃദ്ധിയും ശ്രീ മഹാദേവൻ ആ ആസ്പത്രിക്കും ഡോക്ടർ അരുൺ ഡോക്ടർക്കും കുടുംബത്തിനും കൊടുക്കട്ടെ എന്നും വരും കാലങ്ങളിലും ഇത് സുഭിക്ഷമായി ഭക്തർക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.